ആകാശഗംഗ എന്ന ഗാലക്സിയിൽ 10,000 കോടി മുതൽ 40,000 കോടി വരെ നക്ഷത്രങ്ങൾ ഉണ്ടാകാമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഈ നക്ഷത്ര സമൂഹത്തിന് ഏതാണ്ട് 1360 കോടി കൊല്ലം പഴക്കമുണ്ട്. അതിനുള്ളിൽ എത്രയോ ബില്യൺ നക്ഷത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, നശിച്ചിട്ടുണ്ടാകാം. ആ നക്ഷത്രങ്ങളിൽ പലതിലൂടെയും കയറി ഇറങ്ങി പോന്നവയാവാം നമ്മുടെ ശരീരത്തിൽ ഇന്നുള്ള ആറ്റങ്ങൾ ഓരോന്നും. അവയെല്ലാം കൂടി ചേർന്ന് എങ്ങനെ ഇതുപോലൊരു ഘടന രൂപീകൃതമായി? സ്വയം മനസ്സിലാക്കാൻ ശേഷിയുള്ള ഒരു സവിശേഷമായ ഘടന. ഈ സ്വയം മനസ്സിലാക്കലാണ് തത്വചിന്തയെയും ശാസ്ത്രത്തെയും ഇന്നും വലിയ രീതിയിൽ കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസം. യഥാർത്ഥത്തിൽ അതിന് ആവശ്യമില്ലാതെ സങ്കീർണമാക്കിയതാണ്. സ്വന്തം മൂക്കിനെ തൊട്ട് മനസ്സിലാക്കാനുള്ള മനുഷ്യശേഷിയുടെ അടുത്ത പടി മാത്രമാണത്. ഈ ശേഷിക്ക് ഏതാനും ഘട്ടങ്ങളിൽ കൂടി വിശേഷവൽക്കരണം നടന്നതിലൂടെയാണ് സ്വയം അറിയാനുള്ള അഥവാ സെൽഫ് അവെയർനെസ്സിനുള്ള നമ്മുടെ ശേഷി പരിണമിച്ചത്. നമസ്കാരം. പ്രിൻസിപ്പിയ സയൻസ് ചാനലിൻ്റെ പരിണാമം എന്ന പരമ്പരയുടെ 3ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ആസ്ട്രോയിഡ് ബെൽറ്റ്, ട്രാൻസ് നെപ്റ്റ്യൂണിയൻ ഒബ്ജക്ട്സ്, കുയിപ്പർ ബെൽറ്റ്, ഊർട്ടുമേഘം ഇതൊക്കെ ചേരുന്നതാണ് അറിയാൻ കഴിഞ്ഞ സൗരയൂഥം. ഇവയും ഇവയ്ക്കിടയിലെ പൊടിപടലങ്ങൾ, വാതക തന്മാത്രകൾ, ചാർജിത കണങ്ങൾ തുടങ്ങി 1.5 പ്രകാശവർഷത്തോളം വ്യാസമുള്ള പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന പദാർത്ഥ സഞ്ചയത്തെയാണ് സൗരയൂഥമെന്ന് വിളിക്കുന്നത്. 460 കോടി വർഷങ്ങൾക്ക് മുൻപ് ഒരു ഭീമൻ നക്ഷത്രാന്തരീയ മോളിക്കുലാർ മേഘത്തിൻ്റെ ഒരു ഭാഗം സങ്കോചിച്ചാണ് സൗരയൂഥം രൂപം കൊണ്ടത്. സമീപത്തെങ്ങാനുമുണ്ടായ ഒരു സൂപ്പർനോവ വിസ്ഫോടനത്തിൻ്റെ ഷോക്ക് വേവ്സ് ആയിരിക്കാം അതിന് കാരണമായത്. അത് ഭ്രമണം ചെയ്യാൻ ആരംഭിക്കുകയും കേന്ദ്രത്തിൽ ദ്രവ്യം അടിഞ്ഞുകൂടുകയും ചെയ്തു. ഭ്രമണ വേഗത വർദ്ധിച്ചതിനനുസരിച്ച് സാന്ദ്രത കൂടിയ പദാർത്ഥം പുറത്തേക്ക് പ്രവഹിക്കുകയും ഒരു എക്രീഷൻ ഡിസ്ക് രൂപപ്പെടുകയും ചെയ്തു. അതിൽ ചെറിയ പദാർത്ഥ ശകലങ്ങൾ കൂട്ടിയിടിച്ച് വലിയ ശകലങ്ങൾ രൂപം കൊണ്ടു. അവ വീണ്ടും കൂടുതൽ വലിയ ശകലങ്ങളായും ഗ്രഹങ്ങളായും രൂപാന്തരം പ്രാപിച്ചു. കൂട്ടിയിടികളുടെ ഊർജം അതിനുള്ളിൽ താപമായി ഉറഞ്ഞുകൂടി. ചിലിയിലെ അറ്റകാമ മരുഭൂമിയിൽ 5000 മീറ്റർ ഉയരത്തിലാണ് ഷാർജന പീഠഭൂമി. അവിടെയാണ് അറ്റകാമ ലാർജ് മില്ലിമീറ്റർ അരേ എന്ന ഭീമൻ ഇൻ്റർഫെറോമീറ്റർ സ്ഥാപിച്ചിട്ടുള്ളത്. 66 വലിയ റേഡിയോ ടെലിസ്കോപ്പുകളാണ് ഇതിലുള്ളത്. പ്രപഞ്ചത്തിൻ്റെ വിദൂര മേഖലകളിൽ മേൽപ്രകാരം നടക്കുന്ന നക്ഷത്ര ഗ്രഹ രൂപീകരണങ്ങൾ പഠിക്കുകയാണ് ഈ നിരീക്ഷണ കേന്ദ്രം ചെയ്യുന്നത്. അത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ അവർ ധാരാളം കണ്ടെത്തിയിട്ടുണ്ട്. 32 പ്രകാശവർഷം ദൂരെയുള്ള ടോറസ് അഥവാ ഇടവം നക്ഷത്ര സമൂഹത്തിൽ കണ്ടെത്തിയ ഹെർബിക് EEBE എന്ന പ്രോട്ടോസ്റ്റാറാണ് സ്ലൈഡിലുള്ളത്. ആകാശഗംഗയുടെ ഉപഗ്രഹ ഗാലക്സികളിലൊന്നായ ലാർജ് മെഗല്ലാനിക് ക്ലൗഡ് എന്ന കൊച്ചു ഗാലക്സിയിൽ നക്ഷത്രങ്ങളുടെ ഒരു നഴ്സറി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഗ്രഹത്തിൻ്റെ വലിപ്പം, ഗുരുത്വം, നക്ഷത്രത്തിൽ നിന്നുള്ള അകലം, ഭ്രമണം, ഭ്രമണവേഗത, അച്ചുതണ്ടിൻ്റെ ചരിവ്, പ്രദക്ഷിണ വേഗത, കാന്തിക മണ്ഡലം തുടങ്ങി ഒരു പടി കാര്യങ്ങളാണ് ജീവൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനം. ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന ഗ്രഹത്തിൽ ഈ പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നാൽ ആ ഗ്രഹം ഗോൾഡിലോക്സ് അഥവാ ഹാബിറ്റബിൾ സോണിലാണെന്ന് പറയാം. ജലത്തിൻ്റെ അളവ്, അതിൻ്റെ അവസ്ഥകൾ, അന്തരീക്ഷം, അതിൻ്റെ ഘടകങ്ങൾ ഇവയൊക്കെ ജീവനെ നിലനിർത്തുന്നതിന് അനിവാര്യമാണ്. ഇതെല്ലാം വച്ച് നോക്കുമ്പോൾ സൗരയൂഥത്തിൽ മറ്റെവിടെയെങ്കിലും ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. അക്രീഷനിലൂടെ ഭൂമിയുടെ വലിപ്പം കൂടിയതിനനുസരിച്ച് അതിൻ്റെ ഊഷ്മാവും കൂടി. അതൊരു ദ്രാവക ഗോളമായി മാറി. സാന്ദ്രത കൂടിയ ലോഹങ്ങൾ ഉള്ളിലേക്ക് താണു. ഇതിനെയാണ് അയൺ കറ്റാസ്ട്രോഫി എന്ന് പറയുന്നത്. ഇതേ തുടർന്ന് മാൻറ്റിലും കോറും വേർപെട്ടു. ഭൂമിക്ക് അടരുകളുണ്ടായി. അതിന് ഒരു കാന്തിക മണ്ഡലമുണ്ടായി. ഹെയ്ഡ്സ് എന്നാൽ നരകമാണ്. നരകതുല്യമായ സാഹചര്യങ്ങളാണ് അന്ന് ഭൂമിയിൽ നിലനിന്നിരുന്നത്. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തെ ഹേദിയൻ എന്ന് വിളിക്കുന്നത്. ആദ്യത്തെ യുഗമായ ഹേദിയൻ ഇയോൺ 3.8 GA വരെയാണ്. ഭൂമിയിൽ ഏറ്റവും പഴക്കമുള്ള പാറയ്ക്ക് 4 GA പ്രായമുണ്ട്. 4.4 GA വരെ പഴക്കമുള്ള ഡെട്രിറ്റൽ സിർക്കോൺ ക്രിസ്റ്റലുകളും കണ്ടെത്തിയിട്ടുണ്ട്. ചന്ദ്രനാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം.
4.48 ±0.02 GA ആണ് അതിൻ്റെ പ്രായം. KA 1000 വർഷം മുൻപെന്നും MA മില്യൺ ഇയേഴ്സ് എഗോ അഥവാ ദശലക്ഷം വർഷം മുൻപും എന്നാണ്. GA എന്നാൽ ജിഗാ ഇയേഴ്സ് എഗോ അഥവാ 1 ബില്യൺ അല്ലെങ്കിൽ 100 കോടി വർഷം മുൻപ് എന്നുമാണ്. ഇവയാണ് പരിണാമത്തിൽ പ്രായം കണക്കാക്കുന്ന മാത്രകൾ. സൗരയൂഥം രൂപപ്പെട്ട് 2 കോടി മുതൽ 10 കോടി വരെ വർഷങ്ങൾക്കുള്ളിലാണ് ചന്ദ്രൻ്റെ രൂപീകരണം. ചൊവ്വയുടെ അത്ര വലിപ്പമുള്ള തിയ എന്ന് വിളിക്കുന്ന മറ്റൊരു ഗ്രഹം ഭൂമിയിൽ ഇടിച്ചതിൻ്റെ ഫലമായാണ് ചന്ദ്രൻ രൂപം കൊണ്ടതെന്നാണ് ഇന്നത്തെ പ്രമുഖമായ സിദ്ധാന്തം. ദിനോസോറുകളുടെ ഉന്മൂലനത്തിന് കാരണമായ ചിക്സ്ലൂബ് കൂട്ടിയിടിയേക്കാൾ 10 കോടി മടങ്ങ് ശക്തമായിരുന്നിരിക്കണം ഈ കൂട്ടിയിടി. 2 ഗ്രഹങ്ങളും ഉരുകുകയും പുറംപാളികൾ ബാഷ്പീകരിക്കുകയും ചെയ്തു. ഭൂമിയുടെ മാൻഡിലിൻ്റെ ഒരു ഭാഗം തെറിച്ചുപോയി. അത് അവശിഷ്ട ഭൂമിക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങി. ബാക്കി അവശിഷ്ടങ്ങളെ കൂടി പിടിച്ചെടുത്ത് അത് ചന്ദ്രനായി പരിണമിച്ചു. ചന്ദ്രനിൽ ലോഹങ്ങൾ കുറവാകാനുള്ള കാരണവും ഇതായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. ചന്ദ്രൻ്റെ ശരാശരി സാന്ദ്രത ഗ്രാമിന് 3.3 cc ആണ്. ഭൂമിയുടേത് 5.5. ചന്ദ്രന് താരതമ്യേന ചെറിയ ലോഹ കാമ്പാണ് ഉള്ളത്. ചന്ദ്രനും ഭൂമിക്കും ഒരേ ഓക്സിജൻ ഐസോട്ടോപ്പിക് ഫിംഗർ പ്രിൻ്റാണ് ഉള്ളത്. ഒരു പദാർത്ഥത്തിലെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകളും സാധാരണ ഐസോട്ടോപ്പുകളും തമ്മിലുള്ള അനുപാതത്തെയാണ് ആ പദാർത്ഥത്തിൻ്റെ ഐസോട്ടോപ്പിക് ഫിംഗർ പ്രിൻ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഭൂമിയിൽ 3 ഘട്ടങ്ങളായാണ് അന്തരീക്ഷ രൂപം കൊണ്ടത് എന്ന് കരുതപ്പെടുന്നു. ആദ്യത്തേത് പ്രധാനമായും ഹൈഡ്രജനും ഹീലിയവും മാത്രം ഉൾക്കൊള്ളുന്നതായിരുന്നു. അത് ആദ്യത്തെ സോളാർ നെബുലയിൽ നിന്ന് പിടിച്ചെടുത്തതാവണം. ഭൂമിയുടെ ചൂടും സൗരവാദങ്ങളും ഇതിനെ സ്പേസിലേക്ക് പറത്തിക്കളഞ്ഞിട്ടുണ്ടാവാം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ഈ മൂലകങ്ങൾ ഭൗമാന്തരീക്ഷത്തിൽ തീരെ കുറവായതിന് ഇതാവാം കാരണം. ചന്ദ്രൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായ കൂട്ടിയിടിക്ക് ശേഷം ഉരുകിയ ഭൂമിയിൽ നിന്ന് ധാരാളം വാതകങ്ങൾ പുറത്തു വന്നിരിക്കണം. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയും ധാരാളം വാതകങ്ങൾ അന്തരീക്ഷത്തിൽ അടിഞ്ഞുകൂടിയിരിക്കണം. ഇതായിരുന്നു രണ്ടാമത്തെ അന്തരീക്ഷം. ഇതിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ ജലബാഷ്പവും കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും ഉണ്ടായിരുന്നു. ഇന്നുള്ളത്ര ജലം ഭൂമിയിൽ എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു നിഗമനത്തിലെത്താൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. ആസ്ട്രോയിഡ് ബെൽറ്റിൻ്റെ പുറംപാളികളിൽ നിന്നെത്തിയ ഉൽക്കകളും ഊർട്ട് മേഘത്തിൽ നിന്നുള്ള ധൂമകേതുക്കളുമായിരിക്കണം ഭൂമിയിലേക്ക് ബാക്കിയുള്ള ജലം കൊണ്ടുവന്നത്. ഭൂമി തണുത്തതോടെ മേഘങ്ങൾ രൂപം കൊണ്ടു. ദീർഘകാലം നീണ്ടുനിന്ന മഴയുടെ ഫലമായി സമുദ്രങ്ങളുണ്ടായി. അന്തരീക്ഷത്തിൻ്റെയും സമുദ്രത്തിൻ്റെയും രൂപീകരണത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചും അന്തരീക്ഷത്തിൻ്റെ ഘടനയെക്കുറിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. 16ഓളം മുഖ്യ പ്ലേറ്റുകളാണ് ലിത്തോസ്ഫിയറിൽ ഉള്ളത്. ഹാദിയൻ കാലഘട്ടത്തിൽ തന്നെ അവ രൂപപ്പെട്ടിട്ടുണ്ടാവണം. അന്ന് അവ താരതമ്യേന ചെറുതുമായിരിക്കണം. ഭൂമിയുടെ അകക്കാമ്പിൽ നിന്ന് ഉപരിതലത്തിലേക്കുള്ള താപപ്രവാഹമാണ് പ്ലേറ്റ് ടെക്ടോണിക്സിന് കാരണം. ഭൂഖണ്ഡങ്ങൾ ഇന്നും അവയുടെ സഞ്ചാരം തുടരുന്നു. ജീവജാതികളിലെ വൈജാത്യത്തിന് ഇത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ബില്യൺ കണക്കിന് ഗാലക്സികളും ഓരോ ഗാലക്സികളിലും ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുമുള്ള ഈ പ്രപഞ്ചത്തിൽ ട്രില്യൺ കണക്കിന് ഗ്രഹങ്ങളുണ്ടാവും. എന്നിട്ടും ഈ ഭൂമി എന്ന ഒരു ഗ്രഹത്തിൽ മാത്രമേ ജീവനുള്ളൂ എന്ന് പറയുന്നത് അങ്ങേയറ്റം ബാലിശമാണ്. പക്ഷേ അങ്ങനെ ഒന്നിനെ കണ്ടെത്തുന്നതുവരെ അതുണ്ട് എന്ന് പറയാനും നമുക്കാവില്ല. നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയിൽ തന്നെ ഗോൾഡിലോക്സ് സോണിലുള്ള മില്യൺ കണക്കിന് ഗ്രഹങ്ങളുണ്ടാകാം. സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ എക്സോ പ്ലാനറ്റ് എന്നാണ് വിളിക്കുക. 2024 ഫെബ്രുവരി വരെ ആകാശഗംഗയിൽ 5640 എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ 1 ഡസനിലേറെ ഗോൾഡിലോക്സ് സോണിലുള്ളവയാണ്. ഗ്ലൈസി 581c ഈ കൂട്ടത്തിലൊന്നാണ്. ഭൂമിയിൽ നിന്ന് 21 പ്രകാശവർഷം അകലെയാണ് ഇതുള്ളത്. ഭൂമിയും നെപ്റ്റ്യൂണുമായി അതിനെ താരതമ്യം ചെയ്തിരിക്കുന്നതാണ് ചിത്രത്തിൽ. ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെയും അറിവിൻ്റെയും നിലവാരത്തിൽ നിന്നുകൊണ്ട് ഇവയിലൊന്നിലെത്തിച്ചേരുക അസാധ്യമാണ്. പക്ഷേ സന്ദേശങ്ങൾ സ്വീകരിക്കാനും കൈമാറാനുമുള്ള സാങ്കേതിക വിദ്യ നമുക്കിന്നുണ്ട്. നമ്മെപ്പോലെയോ അതിൽ കൂടുതലോ വികസിതമായ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കിയ മറ്റു ജീവജാതികൾ ഉണ്ടാകാം. അവരും ആകാശഗംഗയുടെ ഏതെങ്കിലും ഒരു കോണിൽ നമ്മെപ്പോലെ അനന്തതകളിൽ കണ്ണുനട്ട് കാത്തിരിക്കുന്നുണ്ടാകാം.
ആശയവിനിമയത്തിനുള്ള സാങ്കേതിക വിദ്യ നമുക്ക് സ്വായത്തമായിട്ട് കഷ്ടി 50 വർഷമേ ആയിട്ടുള്ളൂ. അതായത് നമ്മുടെ സന്ദേശങ്ങൾ പരമാവധി 50 പ്രകാശവർഷം ദൂരെയേ എത്തിയിട്ടുള്ളൂ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കിയ സംസ്കാരങ്ങളുണ്ടാകാം. അവരയച്ച സന്ദേശങ്ങൾ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ അവയുടെ ഒരു സെറ്റ് ആരാലും അറിയപ്പെടാതെ നമ്മൾ കടന്നുപോയിട്ടും ഉണ്ടാകാം. ഭൂമിയിലെ ജൈവോൽപത്തിയെക്കുറിച്ച് ആധുനിക ശാസ്ത്രത്തിന് 2 കാഴ്ചപ്പാടുകളാണുള്ളത്. പ്രപഞ്ചത്തിൻ്റെ വേറെ ഏതോ കോണുകളിൽ രൂപം കൊണ്ട ജീവൻ ഉൽക്കകളോ ധൂമകേതുക്കളോ വഴി ഭൂമിയിൽ എത്തിച്ചേർന്നു. ഇതിന് പാൻസ്പെർമിയ സിദ്ധാന്തം എന്ന് പറയും. അലൻ ഹിൽസ് 8400 അന്റാർട്ടിക്കയിലെ അലൻ ഹിൽസിൽ കണ്ടെത്തിയ ഒരു മാർഷ്യൻ മീറ്റിയോറൈറ്റിൻ്റെ ശകലമാണ്. 1.93 കിലോ ഭാരമുള്ള ഈ വസ്തു ഇതുവരെ കണ്ടെത്തിയ ഉൽക്ക ശകലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. 17 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു വലിയ ആഘാതത്തിൻ്റെ ഫലമായി ചൊവ്വയിൽ നിന്ന് സ്പേസിലേക്ക് തെറിച്ചു പോന്നതായിരിക്കാം ഇത്. 2001 മാർസ് ഒഡീസി എന്ന ദൗത്യത്തിൽ നിന്നുള്ള വിവരങ്ങൾ ഇത് ശരിവയ്ക്കുകയും ചെയ്തു. 13,000 കൊല്ലം മുമ്പാണ് ഇത് ഭൂമിയിൽ പതിച്ചത്. ഈ ഉൽക്കയുടെ അപഗ്രഥനത്തിൽ നിന്നും അന്ന് ചൊവ്വയിൽ ജലം ദ്രാവക രൂപത്തിൽ നിലനിന്നിരിക്കാം എന്ന് അനുമാനിക്കപ്പെടുന്നു. ഇതിൽ കണ്ടെത്തിയ മൈക്രോസ്കോപ്പിക് ഫോസിലുകൾ ബാക്ടീരിയയുടേത് ആയിരിക്കാമെന്നായിരുന്നു ആദ്യ നിഗമനങ്ങൾ. ഇത് വലിയ വാർത്തയായി. അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൺ ഈ കണ്ടെത്തലിൻ്റെ സാധ്യതയെക്കുറിച്ച് ഒരു പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുകയും ഉണ്ടായി. 2011 മുതൽ 2020 വരെ ഇതിൽ നടത്തിയ പഠനങ്ങളിൽ നിന്ന് അതിൽ കാർബണേറ്റുകളുടെയും നൈട്രജൻ അടങ്ങിയ ജൈവ സംയുക്തങ്ങളുടെയും സാധ്യതകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ 2022 ജീവൻ്റെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പായി. ഡാവിഞ്ചി കോഡിൻ്റെയും മറ്റും രചയിതാവായ ഡാൻ ബ്രൗണിൻ്റെ ഡിസെപ്ഷൻ പോയിൻ്റ് എന്ന സൂപ്പർ ആക്ഷൻ ത്രില്ലർ നോവലിൻ്റെ പ്രചോദനം ഈ ഉൽക്കയുടെ അവശിഷ്ടമായിരുന്നു. കോടാനുകോടി നക്ഷത്രങ്ങളുള്ള പ്രപഞ്ചത്തിലെ പല നക്ഷത്രങ്ങളോടനുബന്ധിച്ചും ജീവരൂപീകരണം സംഭവിച്ചിട്ടുണ്ടാകാം. നോബൽ സമ്മാന ജേതാവും സ്വീഡിഷ് രസതന്ത്രജ്ഞനുമായ സ്വാന്തേ അറീനിയസ് 1909 ശാസ്ത്രീയമായ ഒരു സിദ്ധാന്തം മുന്നോട്ട് വച്ചു. എവല്യൂഷൻ ഓഫ് ദി യൂണിവേഴ്സ് എന്ന കൃതിയിലൂടെ ബഹിരാകാശത്തെത്തിച്ചേർന്ന ബാക്ടീരിയയുടെ സ്പോറുകൾ നക്ഷത്ര വെളിച്ചത്തിൻ്റെ തള്ളലിൽ ഭൂമിയിൽ എത്തിച്ചേർന്നതാകാമെന്നാണ് അറീനിയസ് പറഞ്ഞത്. സൗരവികിരണങ്ങൾക്ക് വസ്തുക്കളിൽ ബലം പ്രയോഗിക്കാനാകുമെന്ന് കണ്ടെത്തിയ കാലമായിരുന്നു അത്. ഇതിനുശേഷം സ്റ്റെല്ലാർ ന്യൂക്ലിയോ സിന്തസിസ് കണ്ടെത്തിയ ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനായ ഫ്രെഡ് ഹോയിലും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയും ശ്രീലങ്കൻ ശാസ്ത്രജ്ഞനുമായ ചന്ദ്ര വിക്രമസിംഹയും ചേർന്ന് പുതിയ ആശയങ്ങൾ മുന്നോട്ട് വച്ചു. ഹോയി നക്ഷത്രാന്തരീയ ധൂളികളുടെ സ്പെക്ട്രം പരിശോധിച്ചപ്പോൾ അവയിൽ വലിയ അളവിൽ ഓർഗാനിക് സംയുക്തങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തുകയുണ്ടായി. അവയിൽ നിന്ന് കുറെ കൂടി സങ്കീർണമായ ജൈവ തന്മാത്രകൾ ഉടലെടുക്കുകയും അവ ധൂമകേതുക്കൾ വഴി ഭൂമിയിൽ എത്തുകയും ചെയ്തു എന്നായിരുന്നു അവരുടെ നിഗമനം. ആ തന്മാത്രകളോ അവയിൽ നിന്ന് പരിണമിച്ച ജീവനോ ഭൂമിയിൽ എത്തിച്ചേരണമെങ്കിൽ വളരെ ഉയർന്ന വേഗതയിൽ ഏറെക്കാലം സഞ്ചരിക്കേണ്ടതുണ്ട്. സ്പേസിലെ റേഡിയേഷനെ അതിജീവിച്ചുകൊണ്ട് വേണം ഈ യാത്ര. അവിടെ ജീവനെ റേഡിയേഷനുകളിൽ നിന്ന് പൊതിഞ്ഞു പിടിക്കാൻ ഒരു അന്തരീക്ഷമില്ലല്ലോ. പാൻസ്പെർമിയ സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും വലിയ പരിമിതിയും ഇതുതന്നെയായിരുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള നക്ഷത്രത്തിൽ നിന്ന് ഒരു വാഹനം സെക്കൻഡിൽ 100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ പോലും ഭൂമിയിൽ എത്തിച്ചേരാൻ 12,000 വർഷം വേണം. സെക്കൻഡിൽ 100 കിലോമീറ്റർ എന്നാൽ ഒരു മണിക്കൂറിൽ 3,60,000 കിലോമീറ്ററാണ്. പക്ഷേ ഇന്നുവരെ നിരീക്ഷിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടിയ വേഗതയുള്ള ധൂമകേതു കോമറ്റ് 2I ബോറിസോവ് ആണ്. അതിൻ്റെ വേഗത സെക്കൻഡിൽ 32.2 കിലോമീറ്റർ അഥവാ മണിക്കൂറിൽ 1,16,000 കിലോമീറ്റർ മാത്രമാണ്. പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളിലൂടെ കടന്നു പോരുന്ന ഒരു വസ്തു ഉയർന്ന വേഗത ആർജിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പ്രകാശവേഗതയാണല്ലോ പ്രപഞ്ചത്തിനുള്ളിൽ വസ്തുക്കൾക്ക് എത്തിച്ചേരാവുന്ന ഏറ്റവും വലിയ വേഗത. പക്ഷേ വളരെ ഉയർന്ന വേഗതയിൽ ഒരു വസ്തു ഭൂമിയിൽ പതിക്കുമ്പോൾ വലിയ ആഘാതം നേരിടേണ്ടി വരും. അത് ചെറുക്കാൻ ജീവരൂപങ്ങൾ കഴിയില്ല എന്നതാണ് വലിയ പ്രശ്നം. പക്ഷേ ധൂമകേതുക്കളുടെ അവശിഷ്ടങ്ങളിലൂടെ ഭൂമി കടന്നു പോകുമ്പോൾ അവ നമ്മോടൊപ്പം ചേരാം. ആകാശഗംഗയ്ക്ക് ചുറ്റും സൂര്യനോടൊപ്പമുള്ള പ്രദക്ഷിണത്തിൽ ഭൂമി ഇങ്ങനെ ഒട്ടേറെ അവശിഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം.
ഈ യാത്രക്കിടയിൽ ഭൂമി ജൈവ തന്മാത്രകളെ പിടികൂടിയതായിരിക്കാം. 2023 ആഗസ്റ്റ് മാസത്തെ ഒരു കണ്ടെത്തൽ മുകളിൽ പറഞ്ഞ പാൻസ്പെർമിയയുടെ സാധ്യതയെ കുറെ കൂടി വർദ്ധിപ്പിക്കുന്നതാണ്. സൈബീരിയയിലെ മഞ്ഞിനടിയിൽ 46,000 വർഷം ഉറങ്ങിക്കിടന്ന ഒരു വിര പുറത്തു വന്നപ്പോൾ ജീവൻ വെച്ചു അത്രേ. ഒരു ധൂമകേതുവിലോ മറ്റോ ഉറങ്ങിക്കിടന്ന ജീവകോശം ഭൂമിയിലെത്തിയ ശേഷം ഉണർന്നെഴുന്നേറ്റ് പരിണമിച്ചതാവാം ഇന്നുള്ള ജീവജാതികൾ. ജീവനെയും ജീവോൽപത്തിയെയും കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നതായിരുന്നു ഈ കണ്ടുപിടുത്തം. പ്രപഞ്ചത്തിലാവുമ്പോൾ എല്ലാത്തിനും സംഭാവ്യത ഉണ്ടല്ലോ. പ്രകൃതിയിൽ ഇങ്ങനെയുള്ള സ്വാഭാവിക ഉറക്കങ്ങളുണ്ട്. ഹൈബർനേഷൻ എന്ന് വിളിക്കും. നോർവേയിലെ സ്വാൽബാദിലുള്ള വിത്ത് ശേഖരണ കേന്ദ്രമാണ് സ്ലൈഡിലുള്ളത്. കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഉറക്കത്തിൽ ലോകത്തിലെ മിക്ക സസ്യജാലങ്ങളുടെയും വിത്തുകൾ അവിടെ ശേഖരിച്ചിട്ടുണ്ട്. ഈ അവസ്ഥയിൽ അവയ്ക്ക് നൂറ്റാണ്ടുകളോളം നിലനിൽക്കാനാവുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. -18 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഊഷ്മാവിൽ 10 ലക്ഷത്തോളം വിത്തുകൾ അവിടെ ഉറങ്ങുന്നുണ്ട്. ഇന്നുള്ള വിത്തുകൾ ഏതെങ്കിലും വിധത്തിൽ നഷ്ടമായാൽ ഉറക്കത്തിലുള്ളവയെ ഉണർത്തി ഉപയോഗിക്കാനാവും. ജീവലോകത്തിന് അങ്ങനെ ഒരു നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത ലോകം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഡൂംസ്ഡേ വാൾട്ട് എന്നുകൂടി വിളിക്കുന്നത്. കിലോമീറ്ററുകൾ വരെ കട്ടിയുള്ള ഭൂമിയിലെ മഞ്ഞുപാളികൾക്കടിയിൽ എന്തൊക്കെ ബാക്ടീരിയകളും വൈറസുകളും ഒളിഞ്ഞിരിപ്പുണ്ടാകുമെന്ന് ആർക്കറിയാം. ബഹിരാകാശ ഗവേഷണവും ഭൂമിയും ബഹിരാകാശവും കേന്ദ്രമാക്കിയുള്ള പ്രപഞ്ച പഠനങ്ങളും പാൻസ്പെർമിയെക്കുറിച്ചുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ തന്നെ ചിഹ്നഗ്രഹങ്ങൾ, ഉൽക്കകൾ, ധൂമകേതുക്കൾ തുടങ്ങിയവയിലേക്ക് 18ഓളം യാത്രകൾ മനുഷ്യർ നടത്തിക്കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 101,955 ബെന്നു എന്ന ആസ്ട്രോയിഡിലേക്ക് നടത്തിയ യാത്രയാണ്. അതിനെ സന്ദർശിക്കാൻ മാത്രമല്ല, അതിൽ നിന്ന് ദ്രവ്യം ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 101,955 ബെന്നു ഭൂമിയോട് അടുത്തുള്ളതും ധാരാളം കാർബൺ അടങ്ങിയിട്ടുള്ളതുമായ ഒരു ആസ്ട്രോയിഡാണ്. ഓസിരിസ് റെക്സ് എന്ന സാമ്പിൾ റിട്ടേൺ ബഹിരാകാശ ദൗത്യം ഇതിനെ സന്ദർശിക്കുകയും അതിൽ നിന്ന് ദ്രവ്യം ശേഖരിക്കുകയും ചെയ്തിരുന്നു. 2023 സെപ്റ്റംബറിൽ ദ്രവ്യം ശേഖരിച്ച ഭാഗം അതുമായി ഭൂമിയിൽ തിരിച്ചെത്തി. ബാക്കി ഭാഗം മറ്റൊരു ആസ്ട്രോയിഡിനെ തേടി പോയിരിക്കുകയാണ്. ഈ ദ്രവ്യം വിശകലനം ചെയ്ത് കഴിയുന്നതോടെ സൗരയൂഥത്തിൻ്റെയും ജീവൻ്റെയും ഉൽപ്പത്തിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായേക്കാം. ഇത്ര തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് ജീവന് നിലനിൽക്കാൻ സാധ്യതയുള്ള മറ്റ് സൗരയൂഥങ്ങളെക്കുറിച്ച് ഭൂമിയിലും ബഹിരാകാശത്തു നിന്നുള്ള പഠനങ്ങൾ. ALMA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അറ്റക്കാമ ലാർജ് മില്ലിമീറ്റർ അരേ, ജെയിംസ് വെബ് ടെലിസ്കോപ്പ് എന്നിവയുടെ ലക്ഷ്യങ്ങളിലൊന്ന് ഇതാണ്. പ്രപഞ്ചത്തിൽ ഒന്നിനും സ്ഥിരമായ നിലനിൽപ്പ് സാധ്യമല്ല. ഭൂമിയായാലും സൗരയൂഥമായാലും ആകാശഗംഗയായാലും ഒരിക്കൽ നശിച്ചേ പറ്റൂ. സ്വാഭാവികമായും മറ്റ് അധിവാസ കേന്ദ്രങ്ങൾ അന്വേഷിക്കുക മാത്രമാണ് പ്രതിവിധി. ഒരർത്ഥത്തിൽ ശാസ്ത്രം ബഹിരാകാശത്തിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്, പുതിയ മേച്ചിൽപ്പുറങ്ങൾ. നിലവിലെ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ നക്ഷത്രാന്തരീയ യാത്ര അസാധ്യമാണ്. 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ വർഷങ്ങളുടെ യാത്ര വേണ്ടിവരും. ഇന്നത്തെ സാങ്കേതിക വിദ്യയ്ക്ക് സാധ്യമാകാവുന്നതിനും വലിയ വേഗതകൾ പ്രാപ്യമാക്കേണ്ടി വരും. ദൗത്യം ഒരു പരിധിയിലപ്പുറം എത്തിക്കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ അസാധ്യമാകും. ഇന്ന് ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള മനുഷ്യനിർമ്മിത വസ്തു വോയേജർ 1 ആണ്. 1977 സെപ്റ്റംബർ 5-നാണ് നാസ ഇത് വിക്ഷേപിച്ചത്. 2024 ജനുവരിയിൽ ഇത് ഭൂമിയിൽ നിന്ന് 24.4 ബില്യൺ കിലോമീറ്റർ അകലെയാണ്. നാസയുടെ ഡീപ്പ് സ്പേസ് നെറ്റ്വർക്ക് ഇപ്പോഴും അതുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. പക്ഷേ വോയേജറിൽ നിന്നൊരു സന്ദേശം ഭൂമിയിലെത്താൻ 21 മണിക്കൂറോളം വേണം. ഈ ദൂരങ്ങളിൽ ഭൂമിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങളനുസരിച്ച് ഒരു ദൗത്യത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പ്രവർത്തിക്കുന്ന, സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടറുകൾ തന്നെ വേണം. ഇന്ന് ചൊവ്വയിലേക്കുള്ള യാത്രകളിലും അവ ഉപയോഗിക്കുന്നുണ്ട്. 2000 വർഷം മുമ്പ് സൗരയൂഥത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ച് പോലും ധാരണയില്ലാതിരുന്ന മനുഷ്യൻ ഇന്ന് അത് കടന്നുപോയിരിക്കുന്നു. മനുഷ്യൻ പറക്കാൻ തുടങ്ങി 100 വർഷത്തിനുള്ളിൽ. ഇനി പാൻസ്പെർമിയ ഹൈപ്പോത്തസിസ് ശരിയാണെങ്കിൽ തന്നെ അത് ഒരു ചോദ്യം അവശേഷിപ്പിക്കുന്നു. എങ്ങനെയാണ് അവിടെ ജീവൻ ഉദ്ഭവിച്ചത് എന്ന ചോദ്യം. ഭൗതിക പദാർത്ഥത്തിൽ നിന്നും ജീവൻ എങ്ങനെ രൂപം കൊണ്ടു എന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭ്യമായിട്ടില്ല. എങ്കിലും അതിനെ സാധൂകരിക്കുന്ന ഒട്ടനവധി സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
അവ അടുത്ത എപ്പിസോഡുകളിലായി വിശദീകരിക്കാം. 3-ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.